everyone, welcome to a fun travel episode of Plingo Talkies. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കാനഡയിലെ ഒരു കൊച്ചു ദ്വീപിലേക്കാണ്. ഈ ദ്വീപിന്റെ പേരാണ് പീൽ ഐലൻഡ്. ഇവിടെ നമ്മൾ ബോട്ടിംഗ്, ജെറ്റ് സ്കി, ഫിഷിംഗ്, ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല, കാണാൻ അടിപൊളി ബീച്ചസ്, പിന്നെ കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷൻസ്, പിന്നെ ഒരു അൺഫോർഗറ്റബിൾ ക്രൂസ് യാത്ര. ഇപ്പോൾ റൈറ്റ് നൗ ഞാൻ ക്രൂസിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 1.5 hour ആണ് ക്രൂസിൽ നമുക്ക് ട്രാവൽ ഉള്ളത്. ഞാൻ ലണ്ടനിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു ഏകദേശം 180 kilometers ആണ് ഇങ്ങോട്ടുള്ളത്. ബാക്കി ഡീറ്റെയിൽസ് എന്തായാലും ഞാൻ ഐലൻഡിൽ എത്തിയതിനു ശേഷം തരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ഞാനപ്പോൾ എന്തായാലും ഈ ക്രൂസിൻ്റെ അകത്തുള്ള കുറച്ച് വിഷ്വൽസ് കാണിച്ചു തരാം. ഈ ഫ്ലോറിലാണ് ആൾക്കാരെല്ലാവരും ഇരിക്കുന്നത്. സമ്മറായി വരുന്നേ ഉള്ളൂ, അതുകൊണ്ട് ആൾക്കാർ ഭയങ്കര കുറവാണ്. നമ്മളിരിക്കുന്ന ഈ ഫ്ലോറിൻ്റെ താഴെയാണ് നമ്മുടെ കാറൊക്കെ കയറ്റിയിരിക്കുന്നത്. അത്യാവശ്യം ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് ഇവിടെ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ റെസ്റ്റ് റൂംസ് ഉണ്ട്. നമ്മളിപ്പോൾ പോകുന്നതിൻ്റെ തൊട്ട് സൈഡിൽ റെസ്റ്റ് റൂംസ് ഉണ്ട്. അത് ഇങ്ങനെ നേരെ പോകുമ്പോൾ നമുക്ക് കഫേ ഉണ്ട്. ഐലൻഡിലെത്തി. ഇനി നമ്മൾ താമസിക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് പോവാണ്. കയറിയപ്പോൾ ഭയങ്കര മഴയായിരുന്നു, അതുകൊണ്ട് എനിക്കൊന്നും അപ്പോൾ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പോൾ മഴയില്ല, പക്ഷെ നല്ല കാറ്റുണ്ട്. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ എന്ന് തന്നെ എനിക്കറിയില്ല. ഇപ്പം നമ്മൾ കുറച്ച് ഇവിടെ നിന്ന് ദൂരമുണ്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക്. യൂട്യൂബ് ഇടരുത് പ്ലീസ്. അതും കൂടെ ചേർത്തിടാം. അതും കൂടെ ചേർത്തിടാം. നമ്മുടെ ഗ്രില്ലൊക്കെ റെഡിയാവുന്ന സമയം കൊണ്ട് ഞാൻ ട്രാംപോളിൻ കണ്ടിട്ട് നേരെ അങ്ങോട്ട് പോയി. അപ്പോൾ ഇത് എൻ്റെ പുറകെ എല്ലാവരും കൂടെ വന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നൈസായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ അടുത്ത് ഒരു അടിപൊളി വൈനറി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിത് അങ്ങോട്ട് പോവാണ്. പക്ഷേ ഇപ്പോൾ ഗ്രേപ്പ് ഹാർവെസ്റ്റ് സീസണൊന്നും അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഗ്രേപ്സ് ഒന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ സ്റ്റിൽ ഇവിടെ വൈൻ വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഇവിടെ നിന്ന് വാങ്ങിച്ചാലും നമുക്ക് ഇവിടെ നിന്ന് തന്നെ കൺസ്യൂം ചെയ്യാനേ പറ്റത്തുള്ളൂ. നമുക്ക് പുറത്തേക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇവിടെ അടുത്തുള്ള LCBOയിലേക്ക് ഇവിടെ നിന്ന് തന്നെ വൈൻ സപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ബീച്ചിൽ പോയി. ഇതാണ് സതേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഫിഷ് പോയിന്റ് എന്നാട്ടോ ഇതിൻ്റെ പേര്. അപ്പോൾ തൊട്ടപ്പുറത്തുള്ള ബീച്ചിലേക്ക് ഞങ്ങൾ ഇറങ്ങി ചെന്നെങ്കിലും ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയില്ല. ഭയങ്കര തണുപ്പായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് മാറി നിന്ന് ബീച്ചിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു.
അവിടുന്ന് ഞങ്ങളിതേ വീണ്ടും യാത്ര തിരിക്കുകയാണ്. ഇവിടെ ഫിഷിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പോൾ ഞങ്ങൾക്ക് ട്രിപ്പ് ഹോസ്റ്റ് ചെയ്ത് തന്ന ചേട്ടന്മാർ ഞങ്ങൾക്ക് ഫിഷിംഗ് റോഡും കാര്യങ്ങളും ഒക്കെ തന്നു. ഇവിടുത്തെ വ്യൂ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഞങ്ങളൊരു ഈവനിങ് ടൈമാണ് ഇങ്ങോട്ട് വന്നത്. പയ്യരട്ടി തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ വേഗം വീട്ടിലേക്ക് കയറി. അത് കഴിഞ്ഞിട്ട് ഒരു ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് ഡാൻസ് ഒക്കെ കളിച്ച് ഗ്രില്ലൊക്കെ അടിച്ച് ഒരു അടിപൊളി ഡേ ആയിരുന്നു അത്. ഹലോ, ഇന്ന് പോയിന്റ് ഫീൽഡിൽ ഞങ്ങളുടെ ഡേ 2. അപ്പൊ ഇന്നത്തെ എന്റെ കൂടെ എല്ലാരും ഉണ്ട്. ഞങ്ങൾ ഇന്ന് എന്തൊക്കെയാ ചെയ്യാൻ പോണേന്നാണ് പറയാൻ പോണേ. ഓക്കെ, ഞങ്ങളിപ്പോ ഇന്നലെ എന്തൊക്കെ ചെയ്തെന്ന് മിഥുൻ നമ്മളോട് പറഞ്ഞുതരും. ഇന്നത്തെ ദിവസം ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിരുന്നു. വന്നപ്പോ ഞങ്ങൾ ഓർത്തു ഈ ബോട്ട് യാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര ടയർഡ് ആവുന്നു. പക്ഷെ വന്ന പാട് സഞ്ചാരം നമ്മൾ ഓണാക്കി പുറത്തോടെ ഫുള്ളായിട്ട് നമ്മൾ പുറത്തു തന്നെയായിരുന്നു. ഇന്നലെ ഞങ്ങൾ ആദ്യം ഇവിടെ ഒരു ബീച്ചിൽ പോയി. നമ്മുടെ കാനഡ US മെയിൻ ടിപ്പ് ഓഫ് സൗത്ത് ടിപ്പ് എന്ന് പറയും. അതാണ് ഇവിടുത്തെ എൻഡ് ഓൾമോസ്റ്റ്. അപ്പം അവിടെ പോയി അത് കഴിഞ്ഞ് ഞങ്ങൾ ഫിഷിങ്ങിന് വന്നു. കുറേ നേരം ഇവിടെ നിന്ന് നനഞ്ഞു. കുറേ നേരം ഞങ്ങൾക്ക് ഇന്നലെ മീനും കിട്ടി. ഇന്ന് ഞങ്ങൾ അതിന്റെ ബാക്കി പിടിക്കാൻ വേണ്ടി വന്നേക്കാണ് ഇവിടെ. അതുകൊണ്ട് പിന്നെ രാത്രി വീട്ടിലെത്തിയിട്ട് നമുക്ക് അവിടെ ഭയങ്കര മൈലേജുള്ള ATV കിട്ടി. ഒരു കട്ട കുറഞ്ഞുള്ള ഫിലിമോ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഫുൾ അത് ഓടിച്ച് കളിച്ച് കുറെ നേരം എന്നെ ഉറങ്ങിപ്പോയി. ഇന്ന് രാവിലെ പിന്നെ എണീറ്റു. പിന്നെ അടുത്ത പരിപാടിക്ക് ഞങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ ഇവിടെ ജെറ്റ് സ്കി സെറ്റ് ആക്കിയിട്ടുണ്ട്, ബോട്ടുണ്ട്, പിന്നെ സൺസെറ്റ് എന്തൊക്കെ പരിപാടി നമുക്ക് വേണ്ടി റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് പോവാം. നീ ഫോണിൽ നോക്കി ഞാൻ ഓക്കെ. അപ്പൊ നമ്മുടെ കൂടെ ഇന്ന് സൺചേട്ടനുണ്ട്. സൺചേട്ടനാണ് നമുക്ക് വേണ്ടിയിട്ട് ഈ ട്രിപ്പ് ഹോസ്റ്റ് ചെയ്തത്. അപ്പൊ ചേട്ടൻ്റെ അടുത്ത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കാം. ഹായ്, എൻ്റെ പേര് സനു. ഞാനിപ്പോൾ പീലി ഐലൻഡിലാണ്. പീലി ഐലൻഡ് എന്ന് പറയുമ്പോൾ കാനഡയുടെ മോസ്റ്റ് സദേൺ റീജിയനായിട്ടുള്ള ഒരു ഐലൻഡാണ്. ഇവിടെ ഒരു 250 ആൾക്കാർ സ്ഥിരമായിട്ടുള്ള താമസമുള്ളൂ. മൊത്തത്തിൽ ഐലൻഡ് എന്ന് പറഞ്ഞാൽ ഒരു 42 സ്ക്വയർ കിലോമീറ്റർ ആണ്. ഇവിടെ അത്യാവശ്യം ചെറിയ കടകളുണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്, പിന്നെ ഒരു LCBO ഉണ്ട്. അങ്ങനെ ചെറിയ ചെറിയ കടകൾ ഇവിടെയുണ്ട്. പിന്നെ അടിപൊളിയാണ്. ഇവിടെ ഇഷ്ടംപോലെ ബീച്ചുണ്ട്, ഫിഷിങ്ങിന് ഇഷ്ടംപോലെ സ്കോപ്പ് ഉണ്ട്. പിന്നെ നമ്മുടെ സർവീസായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന നമുക്ക് ഇവിടെ കോട്ടേജ് ഉണ്ട്. കോട്ടേജിൽ സ്റ്റേ ചെയ്യാം. അതോടുകൂടി തന്നെ നമുക്ക് ബോട്ടുണ്ട്, പോണ്ടുണ്ട്. 10-12 പേർക്ക് പോകാവുന്ന ഒരു വലിയ ബോട്ടുണ്ട്. അത് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ATV ഉണ്ട്, പിന്നെ ജെറ്റ് സ്കി ഉണ്ട്, സീഡു ഉണ്ട്. പിന്നെ പിള്ളേർക്ക് സിപ്പ് ലൈന്, ട്രാംപോളിൻ അങ്ങനെയൊക്കെ സൗകര്യങ്ങളുണ്ട്. പിന്നെ വരുന്നവർക്ക് അടിച്ചു പൊളിക്കാനായിട്ട് നമ്മളും ഫിഷിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഫിഷിംഗ് റാഡ് ഉണ്ട്. പിന്നെ രാത്രിയിൽ ക്യാമ്പ് ഫയർ, ബാർബിക്യൂ ഇതെല്ലാം ഉണ്ട്. അപ്പം വന്നു കഴിഞ്ഞാൽ മെയിനായിട്ടും മാക്സിമം എൻജോയ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി. അതിന് എല്ലാവിധ സഹകരണങ്ങളും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. ബാക്കിയെല്ലാം നിങ്ങൾക്ക് വിട്ടിരിക്കും. ശരി, അപ്പൊ ഉറപ്പായിട്ടും സൺചേട്ടന്റെ ഡീറ്റെയിൽസ്, ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നമ്മളുടെ ട്രിപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു 1 hour മുമ്പ് തിരിച്ചു പോകാനുള്ള ഫെറി അവിടെ റിപ്പോർട്ട് ചെയ്യണം. ഇപ്പൊ സമയം 3 മണിയായി. നമുക്ക് 4:30ക്കാണ് നമുക്ക് അവിടെ നിന്ന് എടുക്കുന്നത്. അതിനുമുമ്പ് നമുക്ക് അവിടെ എത്തണം. അപ്പൊ ഇറ്റ്സ് എ റാപ്പ്. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ബാക്കി